കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം രാജ്യവിരുദ്ധമെന്ന് RSS സഹസർക്കാര്യവാഹ് അതുൽ ലിമയെ. ഭരണഘടനാ വിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രതിഷേധത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യവും ഉണ്ടായിരുന്നു. പ്രക്ഷോഭം ഭരണഘടനയ്ക്കെതിരായ ആയുധമായി മാറിയെന്നും അതുൽ ലിമയെ പറഞ്ഞു. हे आंदोलन फक्त पॉलिटिकल या दृष्टीने बघू नका, केवळ अँटी बीजेपी या अँगलनी हे बघू नका. हे आंदोलन अगेन्स्ट द कॉन्स्टिट्यूशन, संविधानाच्या विरोधातलं एक हत्यार म्हणून उपयोग केलेलं आंदोलन आहे. या अर्थाने बघा, अगेन्स्ट द नेशन, भारत विरोधातलं एक आंदोलन या अर्थाने उभं केलेलं आंदोलन आहे. या अर्थाने या शक्तीकडे आपण नीटपणे बघितलं पाहिजे. വിവരങ്ങളുമായി ആദർശ് ഒപ്പം ചേരുന്നു. ആദർശ്, എന്താണ് RSSന്റെ പ്രതികരണം? കൃഷ്ണരാജ്, കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ RSS സഹസർക്കാര്യവാഹ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ CJPയുടെ പ്രതിഷേധമെന്ന് പറയുന്നത് കേവലം അത് BJP വിരുദ്ധം മാത്രമായിരുന്നില്ല, ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമായിരുന്നു ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വലിയ ഒരു ആസൂത്രിതമായ നീക്കം, അതിനെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, ഇതിനെ ഒരു കേസ് സ്റ്റഡിയായി കാണണം എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. ഭരണഘടനയ്ക്കെതിരെയുള്ള ആയുധമായി ഈ CJPയെ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാണ്. മാത്രമല്ല, ഈ പ്രക്ഷോഭത്തിലൂടെ ഇടതുപക്ഷത്തിൻ്റെ ബദൽ രാഷ്ട്രീയം എന്ന ആശയം പരീക്ഷിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി ഈ ജൂലൈ 20 മുതൽ 25 വരെ അവർ ജന്തർ മന്ദറിൽ പല സമയത്തായി പലപ്പോഴായി അക്രമങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. 20-ന് അവർ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് അക്രമത്തിലേക്ക് കടക്കുകയും അത് 25 വരെ നീളുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം തുടങ്ങുന്നു. പിന്നീട് അത് വലിയ പ്രതിഷേധമായി മാറുന്നു. രാജ്യതലസ്ഥാനത്ത് അക്രമം അഴിച്ചുവിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ സമരവുമായി എത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ നടന്ന സമരങ്ങളെ കൃത്യമായിട്ട് തന്നെയാണ് RSS സഹസർക്കാര്യവാഹ് വിലയിരുത്തുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധവും ദേശവിരുദ്ധവും എന്ന് പറയുന്നു. കേവലം ഇതിനെ BJP വിരുദ്ധ പ്രതിഷേധമായി കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു പ്രതിഷേധം അത് ഭരണഘടനാ വിരുദ്ധമായിരുന്നു, രാജ്യവിരുദ്ധമാണ് ഈ പ്രതിഷേധമെന്നും അദ്ദേഹം വ്യക്തമാക്കിയത്. കൃഷ്ണരാജ്, ശരി, ആദർശാണ് വിവരങ്ങൾ നൽകിയത്.